നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബില്ല് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഏറെ വേദനിപ്പിച്ച ഒരു നിയമമാണ് വഖഫ് ഭേദഗതി ബില്ല്. ഈ ബില്ല് ഇന്ന് മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണെങ്കിലും രാജ്യസഭയിലും ലോകസഭയിലുമുള്ള ഭൂരിപക്ഷത്തിൻ്റെ ഫലത്തിൽ സമാനമായ പല ഭേദഗതികളും മറ്റ് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കൊണ്ടുവരാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഇരു സഭകളിലും ഈ ബില്ലിനെ എതിർത്തത്. ഒരു നിയമവും ഒരു മതവിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല. മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് ബോർഡിൽ മറ്റ് സമുദായക്കാരായ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന നിയമം നാളെ ദേവസ്വം ബോർഡിലും ക്രിസ്തുമത സഭകൾക്കും ബാധകമാക്കണമെന്ന് കോടതിയെ വേണമെങ്കിൽ സമീപിക്കാം. മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിനെതിരെ ഇങ്ങനൊരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി നിയമമാക്കാമെങ്കിൽ സമാനമായ പല നിയമങ്ങളും പല ബില്ലുകളും ക്രിസ്തുമതം അടക്കമുള്ള മറ്റ് വിഭാഗങ്ങൾക്കെതിരെയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അനുകൂലമായും പ്രതികൂലമായും ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഒറീസയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്കും അനുയായികൾക്കുമെതിരെ ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ക്രിസ്തുമത വിശ്വാസികളും പുരോഹിതന്മാരും ഈ ബില്ലിനെ സ്വാഗതം ചെയ്ത് ആഹ്ലാദം പങ്കുവെക്കുമ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് ക്രിസ്തീയ സഭകൾക്കാണെന്നും അത് പലതും സ്വന്തമാക്കിയത് അവിഹിത മാർഗത്തിൽ കൂടെയാണെന്നുമുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞത് ഞങ്ങൾ ഇനി മതപരിവർത്തനത്തിന് വധശിക്ഷ നൽകാനുള്ള നിയമം കൊണ്ടുവരുമെന്നാണ്. അധികം വൈകാതെ തന്നെ ഏക സിവിൽ കോഡും മതപരിവർത്തന നിരോധന നിയമവും BJP സർക്കാർ കൊണ്ടുവരും. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ, ഡൽഹിയിൽ സമരക്കാർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ സിഖ് മതവിഭാഗം കാണിച്ച മഹാമനസ്കത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ നടന്നു. പൗരത്വ ബില്ലിനെതിരെയുള്ള സമരം കൊഴുപ്പിക്കാൻ LDFും UDFും പരസ്പരം മത്സരം തന്നെയായിരുന്നു. അതിൽ CPM ആയിരുന്നു ഒരു പടി കൂടെ മുന്നിലുണ്ടായിരുന്നത്. മുസ്ലിം സംഘടനകൾ അണിനിരത്തി മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പ്രതിഷേധ സമരങ്ങളിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, എന്ത് വന്നാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുകയില്ല എന്ന്. നിയമപരമായി ഒരു സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയില്ല എന്ന് അറിയാമെങ്കിലും കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം മതവിശ്വാസികൾക്കൊക്കെ അതേറെ ആശ്വാസമായിരുന്നു. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പിണറായിയുടെ പോലീസ് എടുത്ത കള്ളക്കേസുകളും അതുപോലെ തന്നെ സമാനമായി തമിഴ്നാട്ടിലും കർണാടകയിലും കൊടുത്ത കേസുകളൊക്കെ അതായത് സർക്കാരുകൾ പിൻവലിച്ചപ്പോഴും കേരളത്തിൽ ഈ കേസ് പിൻവലിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. ഈ മുസ്ലിം സംഘടനകളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ മാസങ്ങളോളം കോടതി വരാന്ത കയറിയിറങ്ങിയത് എന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അന്ന് കാണിച്ച മുസ്ലിം സ്നേഹവും കരുതലുമൊക്കെ CPMന് ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് നൽകിയ മലപ്പുറം വിരുദ്ധ ഇൻ്റർവ്യൂവും ലേഖനവും മലപ്പുറം ജില്ലയെ മറ്റു രാജ്യമായി പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശന് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കടുത്ത ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിച്ചപ്പോൾ പിണറായിയും CPMും കാണിച്ച അഴകുഴമ്പൻ നയവും മറ്റു ചില നീക്കുപോക്കുകൂടെ മണമടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കുസൃതി ചോദ്യം, വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധ സമരം നടക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, വഖഫ് ഭേദഗതി ബില്ല് ബംഗാളിൽ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജിയുടെ ധൈര്യം നടക്കുകയില്ല എന്നറിയാമെങ്കിലും പണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രഖ്യാപിച്ചതുപോലെ വഖഫ് ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയാനുള്ള നട്ടെല്ല് പിണറായി വിജയനുണ്ടോ?